നമുക്കിനി ഇന്ന് രോഗവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ബാക്കി തന്നെ പറയുന്നത്, നമ്മളിന്ന് പറയുന്നത് വയറുവേദനയാണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വയറുവേദന. അത് ഒരുപക്ഷെ ഫുഡ് പോയ്സൺ ആവാം. ഫുഡ് പോയ്സൺ അറബി തസമ്മും ഗിദായി എന്ന് പറയും. ആ തസമ്മും ഗിദായി മുംകിൻ ഹാദ മുസബ്ബിബ് ബി തസമ്മും ഗിദായി, ഫുഡ് പോയ്സൺ ആവാം അതിൻ്റെ കാരണം. അതുമല്ലെങ്കിൽ എന്താണ് അതിന് മുസ്മിൻ എന്ന് പറയുന്നത് കാലങ്ങളായുള്ള പഴകിയ രോഗത്തിനാണ് മുസ്മിൻ എന്ന് പറയുന്നത്. ആദ മറദ് അൽ മുസ്മിൻ, മറദ് അൽ മുസ്മിൻ. അപ്പം അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ പേര് രണ്ട് പേര് പറയാം. ഏതായിരുന്നാലും വേദനയ്ക്ക് അറബിയിൽ അലം എന്ന് ഒന്ന് പറയാം. അപ്പം അലം ഫിൽ മഅദ്ദ, അലം ഫിൽ മഅദ്ദ. മഅദ്ദ എന്ന് പറഞ്ഞാൽ കുടൽ എന്നൊക്കെ നമ്മൾ പറയുമോ പഴയ കാലത്ത്, അതല്ലെങ്കിൽ വയറന്നെയാണ്. മഅദ്ദ, സ്റ്റൊമക്കിന് മഅദ്ദ എന്ന് പറയും. പക്ഷേ സാധാരണ നമ്മൾ എഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു വാക്ക് ബത്ൻ എന്നാണ്, അലം ഫിൽ ബത്ൻ. പക്ഷെ മഅദ്ദ എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് എരംകുടലിനും മഅദ്ദ എന്ന് തന്നെയാണ് പറയാം. ഏതായിരുന്നാലും വയറുവേദനൻ്റെ ഇന്ദി അലം ഫിൽ മഅദ്ദ യാ ദുക്തൂർ അതേ പറയാവൂ, അല്ലാണ്ട് ഇന്ദി അലം ഫിൽ ബത്ൻ എന്നതിനേക്കാളും റെഗുലർ യൂസേജ് അതാ. ഇനി രണ്ട് വാക്കുകൂടി നമുക്ക് ഇതിൻ്റെ വേദനയ്ക്ക് പറയാം. പെയിന് എപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. പല പെയിനും ഉണ്ടാവില്ല, എല്ലാ പെയിനും അലം എന്ന് പറയും. അലം അല്ല, അലം എന്ന് പറഞ്ഞാൽ പതാക എന്നാണ്, ഒരിക്കലും മാറിപ്പോകരുത്. ചില ആളുകളൊക്കെ അത് അക്ഷരം ശുദ്ധിയാക്കാൻ വേണ്ടി അയിന് പറയും, അങ്ങനെ പറയരുത്. ആ എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഒന്ന് വജ് എന്നാണ്. എന്താണ് വജ്? നേരത്തെ ഞാൻ പറഞ്ഞത് വജ് എന്ന് പറഞ്ഞാൽ വേദനയാണ്. ഓക്കെ, അപ്പോൾ വേറൊന്ന് ഇവജ്, ഇവർ എന്നാ, സോറി എവർ, എവർ മാറിപ്പോണ അക്ഷരങ്ങൾ ഒരേപോലെ ആയതുകൊണ്ട് എവർ. എവർ ഫിൽ ബത്ൻ, എവർ ഫിൽ ബത്ൻ, എനിക്ക് വയറിൽ വേദനയുണ്ട്. യഅ്വർനി ബത്നി, എൻ്റെ വയറ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അങ്ങനെയും പറയും ആൾക്കാർ. യഅ്വർനി അൽ ബത്ൻ അൽ മഅദ്ദ യഅ്വർനി എന്ന് പറയും. ഓക്കെ, അൽ മഅദ്ദ യഅ്വർനി, അൽ മഅദ്ദ യഅ്വർനി, എൻ്റെ സ്റ്റൊമക്ക് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഇങ്ങനെയും പറയാം. ഓക്കെ, ഏതായിരുന്നാലും നമ്മളിപ്പോൾ പഠിച്ചത് മഅദ്ദ എന്നൊരു വേർഡുണ്ട്, ആ വേർഡാണ്. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കും കീഫ് ഉഷ് സബബ് അൻഷില്ലി അക്കൽത അംസിൻത, എന്തായിരുന്നു ഇന്നലെ നീ കഴിച്ചത്? വല്ലാന അക്കൽതു മിനൽ മഹല്ലാത്ത് മാ അദ്രി ഹാദാ അക്കിൽ ഗദീം, ഞാൻ കടകളിൽ നിന്നാണ് കഴിച്ചിരുന്നത്. മാ അദ്രി ഹാദാ മുംകിൻ വജ്ബ ഗദീമ, പഴയതായിരിക്കാം. യാനി ഹാദാ ഇഹ്തിമാൽ തസമ്മും ഗദായി, ഇഹ്തിമാൽ ഒരു പക്ഷേ അത് സാധ്യത. തസമ്മും ഗിദായി എന്നാൽ ഫുഡ് പോയ്സൺ ആണ്, ഭക്ഷണം പിടിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വയറുവേദന ആയിരിക്കാമെന്ന്. ഓക്കെ, ഏതായിരുന്നാലും നമ്മളത് പഠിച്ചു. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? അലം ഫിൽ മഅദ്ദ, അല്ലെങ്കിൽ ഐവർ ഫിൽ മഅദ്ദ, അതും അല്ലെങ്കിൽ വജ് ഫിൽ മഅദ്ദ. മൂന്ന് വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബത്ൻ എന്ന പദവും ഉപയോഗിക്കാം. നമ്മൾ ആ വാക്കിൻ്റെയൊക്കെ വ്യതിയാനങ്ങളെ മനസ്സിലാക്കുകയും മറ്റുള്ള പദങ്ങളിലേക്ക് യൂസ് ചെയ്യുമ്പോൾ കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അല്ലാഹു ഹഫ്ദക്കും, മഅസ്സലാമ.